നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇസ്രയേൽ അടിച്ചേൽപ്പിച്ച 12 ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ് ഇറാൻ പ്രസിഡന്റ് ചൊവ്വാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞതായി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധത്തിൽ ഇറാൻ ചരിത്ര വിജയം നേടിയെന്നും പ്രസിഡന്റ് അവകാശപ്പെടുകയാണ്. വീരോചിതമായ ചെറുത്തുനിൽപ്പിന് ശേഷം ഇസ്രയേലിന്റെ പ്രകോപനം മൂലം അടിച്ചേൽപ്പിക്കപ്പെട്ട 12 ദിവസത്തെ യുദ്ധത്തിന്റെ അവസാനത്തിനും വെടിനിർത്തലിനും ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണെന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ പറച്ചിൽ. ശത്രുവിന് കടുത്ത ശിക്ഷ നൽകിയെന്നും ഇറാനെ എതിർത്താൽ എന്താണ് സംഭവിക്കുക എന്ന ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭീകരവാദികളായ ഇസ്രയേൽ ആരംഭിച്ച യുദ്ധം ഇറാൻ വിജയകരമായി അവസാനിപ്പിച്ചെന്നും പെസഷ്കിയാൻ അറിയിച്ചതായാണ് ഇറാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ വൻ വിജയത്തെ അഭിനന്ദിച്ച അദ്ദേഹം മറ്റ് രാജ്യങ്ങളെ വെച്ച് പന്താടാനുള്ള ഇസ്രയേലിന്റെ താൽപര്യമാണ് ഇറാനെ 12 ദിവസത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് എന്നും കുറ്റപ്പെടുത്തി. യുഎസുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും യുഎസുമായുള്ള ആശയവിനിമയം പുനരാരംഭിക്കുമെന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പെസഷ്കിയാൻ അറിയിച്ചെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. യുഎസ് പ്രസിഡന്റ് ട്രംപ് ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഒരു ദിവസമാകുമ്പോഴാണ് ഇറാന്റെ പ്രസ്താവന. തിങ്കളാഴ്ച രാത്രി ഖത്തറിലെ യുഎസ് വ്യോമതാവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കകമാണ് സമൂഹ മാധ്യമത്തിലൂടെ നാടകീയമായി ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. അതേസമയം ഇറാനിൽ ഇപ്പോൾ ഭരണമാറ്റം താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയുള്ളൂവെന്നും യുഎസ് പ്രസിഡന്റ് ട്രംപ് അഭിപ്രായപ്പെട്ടു. എല്ലാം എത്രയും പെട്ടെന്ന് ശാന്തമാക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേലിന്റെ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ വർഷങ്ങളോളം പിന്നോട്ടടിച്ചെന്ന് ഇസ്രയേൽ സൈനിക മേധാവി അറിയിച്ചു. ഇറാനെതിരായ സൈനിക നടപടികൾ ഇപ്പോൾ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനെതിരെ ചരിത്ര വിജയം നേടാനായെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അവകാശപ്പെട്ടു. ഇറാനുമായി വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം വിജയം അവകാശപ്പെട്ടത്. ഈ വിജയം തലമുറകളോളം ഓർമ്മിക്കപ്പെടുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഞങ്ങളൊരു സിംഹത്തെ പോലെ ഉണർന്നു, ഞങ്ങളുടെ ഗർജനം ടെഹ്റാനെ പിടിച്ചുകുലുക്കി. ഈ യുദ്ധം ലോകത്തെ സൈന്യങ്ങൾ പഠന വിഷയമാക്കും. ആണവ ഭീഷണിയും ബാലിസ്റ്റിക് മിസൈൽ ഭീഷണിയും ഉൾപ്പെടെ 2 ഭീഷണികളാണ് ഞങ്ങൾ ഇല്ലാതാക്കിയത്. ഞങ്ങൾ നടപടിയെടുത്തിരുന്നില്ല എങ്കിൽ അപകടം നേരിടേണ്ടി വരുമായിരുന്നു. ആണവ ശാസ്ത്രജ്ഞർ, 3 ചീഫ് ഓഫ് സ്റ്റാഫ്, മറ്റ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ഇറാന്റെ മുതിർന്ന സേനാ നേതാക്കളെയെല്ലാം ഇസ്രായേൽ പ്രതിരോധ സേന ഇല്ലാതെയാക്കി. ഇസ്ഫഹാനിലെയും നദാൻസിലെയും അരാഖിലെയും ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനായി. ഇറാന്റെ ആണവ പദ്ധതിയെ ഇസ്രായേൽ നശിപ്പിച്ചു എന്നും ഇറാനിൽ ഇനി ആരെങ്കിലും ആണവ പദ്ധതി പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഇതേ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇതേ കരുത്തോടുകൂടിയും ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യുഎസ് പ്രസിഡന്റ് ട്രംപ് നടത്തിയ ഇടപെടലിനെ നെതന്യാഹു പ്രശംസിക്കുകയും അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഈ സൗഹൃദ രാജ്യവും കൂടിയായ അമേരിക്കയും ട്രംപും ഞങ്ങൾക്കൊപ്പം നിന്നു എന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം യുഎസ് സൈന്യം ഈ ഫർദോയിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർത്തുവെന്നും നെതന്യാഹു പറയുന്നു. വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി നേരത്തെ ഇസ്രായേൽ സൈന്യവും പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. ഇറാൻ വെടിനിർത്തൽ കരാറിനെ മാനിക്കുന്നതിടത്തോളം കാലം ഇസ്രായേലും വെടിനിർത്തൽ കരാർ മാനിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസും വ്യക്തമാക്കി. വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേലിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഇസ്രായേലിൽ നിന്നുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നും വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് മടക്കിക്കൊണ്ടുപോകുമെന്നും വിമാനത്താവള അതോറിറ്റിയും അറിയിച്ചു. ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇരു രാജ്യങ്ങളും പരസ്പരം സംഘർഷം തുടരുന്നതിനാൽ രോക്ഷാകുലനായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ചുവെന്ന് ഇറാനും ഇറാൻ തങ്ങളെ ആക്രമിച്ചുവെന്ന് ഇസ്രായേലും പറഞ്ഞിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിത്തെറിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. 2 രാജ്യങ്ങൾ കാലങ്ങളായി പോരാടുകയാണ്. അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നും ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അസഭ്യ വാക്കുകളും പ്രയോഗിച്ചിരുന്നു. നേരത്തെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കൂടി ഇസ്രായേലിനെതിരെ ട്രംപ് രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പുതിയ ആക്രമണങ്ങൾ നടത്താൻ ഇസ്രായേൽ നീക്കം നടത്തുന്നതിനെ ട്രംപ് വിമർശിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നതായി നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുന്നത്. ട്രംപ് അസ്വസ്ഥരായിരുന്നതും ഇസ്രായേൽ ആ ബോംബുകൾ ഇടരുത്, നിങ്ങൾ അങ്ങനെ ചെയ്താൽ അതൊരു വലിയ ലംഘനം, അതായത് വെടിനിർത്തൽ കരാർ ആകുമെന്നും പൈലറ്റുമാരെ ഇപ്പോൾ തന്നെ തിരിച്ചു വിളിക്കുമെന്നും തന്റെ സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറയുന്നു. ഈ രാജ്യങ്ങളിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിൽ താൻ അസന്തുഷ്ടനാണ് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. കരാർ അംഗീകരിച്ച ഉടൻ തന്നെ അതിൽ നിന്ന് പിൻവാങ്ങിയതിൽ ഇസ്രായേലിനോട് അതൃപ്തി ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.